എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 82 ശ്ലോകം 7 മുതൽ 17 വരെ 11 ശ്ലോകങ്ങൾ. സമന്ത പഞ്ചക തീർത്ഥത്തിലെ ഒത്തുകൂടിയ ആ രാജാക്കന്മാരുടെ ഒരു പരസ്പരം കാണുമ്പോഴുള്ള സന്തോഷത്തിനെ പറ്റിയിട്ടും കുറെ കാലമായിട്ട് കാണാറുന്നവരെല്ലാവരും ആ തീർത്ഥക്കരയിൽ വെച്ച് കാണുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. അതിന് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ കൂടിയിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. തേ രഥൈർദേവധിഷ്ണ്യാഭൈ ഹയൈശ്ച തരളപ്ലവൈഃ ഗജൈർനദദ്ഭിരഭ്രാഭൈ നൃഭി വിദ്യാധരദ്യുഭി. വൃഷ്ണികളുടെ യാത്രയില് അവര് കൂടെ കൊണ്ടുപോയ വാഹനങ്ങള് ദേവവിമാനങ്ങൾ പോലെ ഇരിക്കുന്ന തേരുകള്, സമുദ്ര തിരമാലകൾ പോലെ ഭംഗിയില് ചാടി ചാടി നടക്കുന്ന കുതിരകള്, വെളുവെളുത്ത കുതിരകള്, പിന്നെ കാർമേഘം പോലെ സ്നിഗ്ധമായും കറുത്തും ഇരിക്കുന്ന ആനകള് മുതലായവയാണ് അവര് കൂടെ കൊണ്ടുപോയത് വൃഷ്ണികള്. വിദ്യാധരന്മാരെ പോലെ വിശേഷ കാന്തിയോടുകൂടിയ കാലാൾപ്പടകളും ഒരുമിച്ചുണ്ടായിരുന്നു. വ്യരോചന്ത മഹാതേജ പഥികാഞ്ചനമാലിന ദിവ്യവസ്ത്രസന്നാഹ കളത്രൈഖേചരാ ഇവ. അത്യന്തം തേജസ്സുള്ള യാദവന്മാര് വിശേഷാഭരണങ്ങള്, ദിവ്യവസ്ത്രങ്ങള്, പൂമാലകള് ഇതൊക്കെ ധരിച്ചിട്ട് അവരുടെ ഭാര്യമാരോടുകൂടി പോകുന്ന വഴിയില് ഭാര്യാസഹിതരായ ദേവന്മാര് സഞ്ചരിക്കുകയാണോ എന്ന് കാണുന്നവർക്ക് തോന്നുന്ന പറഞ്ഞ അത്രയും പ്രകാശിച്ചുകൊണ്ടിരുന്നു ആ യാദവന്മാര്. ഭഗവാന്റെ ആളുകളല്ലേ അല്ലെ. തത്ര സ്നാത്വാ മഹാഭാഗ ഉപോഷ്യ സുസമാഹിത ബ്രാഹ്മണേഭ്യോ ദദുർധേനു വാസസ്രക് രുക്മമാലിനി. മഹാഭാഗ്യശാലികളായ യാദവന്മാര് സമന്തക തീർത്ഥത്തിലെത്തി ഏറ്റവും ഭക്തിയുക്തരായി ആ തീർത്ഥങ്ങളില് സ്നാനം ചെയ്ത് ഉപവാസം ഇരുന്നു. വസ്ത്രം, പൂമാല, സ്വർണമാല മുതലായവ കൊണ്ട് അലങ്കരിച്ച പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ശരിക്കും ഈ കുരുക്ഷേത്രത്തിലെ തീർത്ഥ ഉപവാസം ചെയ്യാൻ പാടില്ല, അത് വിധിച്ചിട്ടില്ല. പക്ഷെ ആ സൂര്യഗ്രഹണ പുണ്യകാലമായതുകൊണ്ട് അവർ ഉപവസിച്ചു എന്ന് ധരിക്കേണ്ടതാണ്. രാമഹൃദേഷു വിധിവൽ പുനരാപ്ലുത്യ വൃഷ്ണയ ദദുസ്വന്നം ദ്വിജാഗ്രേഭ്യ കൃഷ്ണേനോ ഭക്തി അസ്ഥിതി. പിറ്റന്നാള് സൂര്യോദയത്തിലെ വൃഷ്ണികള് വീണ്ടും ആ പരശുരാമ കൽപ്പിതങ്ങളായ തീർത്ഥങ്ങളിലെ വിധിപ്രകാരം സ്നാനം ചെയ്തു. ശ്രീകൃഷ്ണനിൽ അത്യന്തം ഭക്തി ഞങ്ങൾക്കുണ്ടാകണേ എന്നുള്ള സങ്കല്പത്തോടെ അനേകം മഹാബ്രാഹ്മണർക്ക് അന്നം കൊടുത്തു. സ്വയം ച തദനുജ്ഞാത വൃഷ്ണയ കൃഷ്ണദേവതാ ഭുക്തോ ഭവിവിശുക്കാമം സ്നിഗ്ധഛായാഘ്രിപാഘ്രിഷു. ശ്രീകൃഷ്ണനെ ദേവനായി വിചാരിച്ചു ഭജിക്കുന്ന വൃഷ്ണികള് ബ്രാഹ്മണർക്ക് ഭോജനം കൊടുത്ത ശേഷം അവരുടെ അനുമതിയോടെ പിന്നെ അവരും ഭക്ഷണം കഴിച്ചു. നിബിഡമായി തിങ്ങി നിൽക്കുന്നത് കൊണ്ട് വെയിലൊട്ടും തട്ടാത്ത വിധം നിഴലുള്ള മരങ്ങളുടെ ചുവട്ടിൽ പോയിട്ട് സുഖമായിട്ട് ഇരുന്നു. അവിടെ നല്ല ധാരാളം പൂക്കൾ നിറഞ്ഞ മരങ്ങള് അങ്ങനെ നിബിഡമായിട്ട് നിൽക്കണ്ട, ഒട്ടും വെയില് ഉള്ളിലേക്ക് കടക്കില്ല. അങ്ങനെ അതിന്റെ ചുവട്ടിൽ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരും ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഇരുന്നു. തത്രാഗതാംസ്തേദൃശു സുഹൃൽ സംബന്ധിനോ നൃപാൻ മത്സ്യോഷി നരകൗസല്യ വിദർഭ ഗുരു സൃഞ്ജയാൻ കാംബോജ കൈകയാൻ മദ്രാൻ
കുന്തീൻ ആനർത്ത കേരളാൻ. ആ സമന്തക പഞ്ചക തീർത്ഥങ്ങള് ആ ഗ്രഹണ പുണ്യകാലത്തില് സ്നാനത്തിനായിട്ട് ധാരാളം രാജാക്കന്മാര് അവിടെ വന്നു. ആരൊക്കെയാ? അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള മത്സ്യൻ, ഉശീനരൻ, കൗസല്യൻ, വിദർഭൻ, കുരുക്കള്, സൃഞ്ജയൻ, കാമ്പോജന്മാര്, കേകയന്മാര്, മദ്രാധിപന്മാര്, കുന്തികള്, ആനർത്തന്മാര്, കേരളന്മാര്, ഇങ്ങനെ ധാരാളം രാജാക്കന്മാര്. എല്ലാവരും, കുറച്ച് ബന്ധുക്കളുണ്ട്, കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും അവിടെ വെച്ച് കണ്ടു, സന്തോഷായി. എല്ലാവരും ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലമാണ് സമന്തക തീർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും അവിടേക്ക് തന്നെ സ്നാനത്തിനായിട്ട് വരണത്. അന്യാംശ്ചൈവാത്മഭക്ഷീയാൻ പരാംശ്ച ശതശോ നൃപ നന്ദാദീൻ സുഹൃദോ ഗോപാൻ ഗോപീശ്ചോത്കണ്ഠിതാശ്ചിരം. അവരുടെ പക്ഷത്തിൽ ചേർന്നവരായിട്ടുള്ള പിന്നെ അനേകം രാജാക്കന്മാരെ കണ്ടു. പരപക്ഷക്കാരായ അനേകം പേരെ കണ്ടു. അതിസുഹൃത്തുക്കളായ നന്ദാദി ഗോപന്മാരെയും വളരെ കാലമായിട്ട് കാണാഞ്ഞതിനാൽ ഏറ്റവും ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന ഗോപികളെയും ഹേ രാജാവേ വൃഷ്ണികള് ആ തീർത്ഥസ്ഥാനത്തിൽ കണ്ടു. ഗോപസ്ത്രീകളെ കണ്ടപ്പോ അവർക്ക് വളരെ സന്തോഷമായി. നന്ദഗോപരെയും ഗോപസ്ത്രീകളെ എത്ര കാലായി കണ്ടിട്ട് യാദവന്മാര് വളരെ സന്തോഷിച്ചു. അന്യോന്യ സന്ദർശന ഹർഷരം ഹസ പ്രോൽഫുല്ലഹൃദ്വക്ത്രസരോരുഹശ്രിയ ആശ്ലിഷ്യഗാഢം നയനൈ സ്രവജ്ജല കൃഷ്യത്വജോ രുദ്ധഗിരോ യയുമുദം. പരസ്പരം കണ്ടപ്പോഴുണ്ടായിട്ടുള്ള ആ സന്തോഷാധിക്യത്തെ സൂചിപ്പിക്കാൻ തക്ക വിധം അവരുടെ ഹൃദയകമലം വികസിച്ചു. അത്ര സന്തോഷം ഉണ്ടായി ഓരോരുത്തർക്കും ഹൃദയത്തില്. അപ്പൊ എന്താ, ആ ഉള്ളിലുള്ള ആ ആനന്ദം മുഖത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാം അല്ലെ. കണ്ണൊക്കെ അങ്ങോട്ട് വികസിച്ച് അത്ര സന്തോഷം. മുഖത്തിന്റെ ആ മനോഹാരിത അങ്ങോട്ട് കൂടി എന്നാ പറഞ്ഞു. പ്രകാശരൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാവരും മുറുക്കെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ആനന്ദാധിക്യം കൊണ്ട് ആ ബാഷ്പജലം നേത്രങ്ങളിൽ നിന്ന് ഒഴുകി. രോമാഞ്ചുണ്ടായി അവർക്ക്. അത്രയും സാത്വികമായ രോമാഞ്ചം. അത്രയും അവര് കാണണമെന്ന് മോഹിച്ചിരിക്കുകയായിരുന്നു. അവരെയൊക്കെ ഇനിയിപ്പോ കാണാൻ പറ്റുമെന്ന് തന്നെ. അപ്പോഴാണ് ഇവിടെ വെച്ച് എല്ലാവരും കണ്ടപ്പോൾ വളരെ സന്തോഷം. തൊണ്ട ഇടറുകയാൽ സംസാരിക്കാൻ സാധിക്കാത്തവരായിട്ട് കുറച്ചു നേരം അവര് മിണ്ടാതെ കെട്ടിപ്പിടിച്ചു ആലിംഗനബദ്ധരായിട്ട് നിന്നു. പരസ്പരം പരമസന്തോഷം അനുഭവിച്ചു. സ്ത്രീയച്ച സംവീക്ഷ്യമിതോധി സൗഹൃദ സ്മിതാമലാപാംഗദൃശോഭിരേ സ്തനൈസ്തനാൻ കുങ്കുമപങ്കരൂഷിതാൻ നിഹത്യദോർഭി പ്രണയാശ്രുലോചനാഃ. സ്ത്രീകളും അതെ, അവര് പരസ്പരം കണ്ടപ്പോ അവരുടെ അതിസ്നേഹത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരിയോടുകൂടി ആ സന്തോഷാധിക്യത്താൽ ആനന്ദജലം കണ്ണുകളിൽ നിന്നങ്ങോട്ട് ഒഴുകി. എല്ലാവരും അങ്ങോട്ട് പരസ്പരം ആലിംഗനം ചെയ്തു. അപ്പൊ അന്യോന്യം അങ്ങനെ കൈകൾ കൊണ്ട് സ്തനങ്ങളിൽ അണച്ച് ആലിംഗനം ചെയ്തതുകൊണ്ട് സ്തനങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്ന ആ കുങ്കുമരാഗങ്ങൾ ഇളകി അവരുടെ മാറുകളിൽ അന്യോന്യം കലർന്ന് വളരെ ആനന്ദിച്ചു. തതോഭിവാദ്യതേ വൃദ്ധാൻ യവിഷ്ഠൈരഭിവാദിതാ സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രു കൃഷ്ണകഥാമിത. പിന്നെ ചെറുപ്പക്കാര് വൃദ്ധന്മാരുടെ അടുത്ത് ചെന്ന് അവരെ വന്ദിച്ചു, നമസ്കരിച്ചു. അങ്ങനെ വഴി യാത്രയിലുണ്ടായിരുന്ന നല്ല രസമായിട്ടുള്ള കാര്യങ്ങള്, ഗൃഹത്തിലുള്ളവരുടെ സൗഖ്യമൊക്കെ അന്യോന്യം അന്വേഷിച്ചറിഞ്ഞു. എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കി ആ ശ്രീകൃഷ്ണന്റെ ലീലാവിശേഷങ്ങൾ പറഞ്ഞ് രസിച്ചു. ഭഗവാന്റെ ലീലാവിശേഷങ്ങൾ പറഞ്ഞ് പരസ്പരം എല്ലാവർക്കും വളരെ സന്തോഷം. അങ്ങനെ കുന്തിദേവി സഹോദരന്മാരെ എല്ലാവരെയും കണ്ടപ്പോ കുന്തിദേവി വളരെ സന്തോഷായി പറയുന്നു. പൃഥാ ഭ്രാതൃൻ സുസുർവീക്ഷ്യ തൽപുത്രാൻ പിതരാവപി ഭ്രാതൃപത്നീർമുകുന്ദം ച ജപൗ സംഗധയാ ശുച. കുന്തിദേവി സഹോദരന്മാര്, സഹോദരികള്, അവരുടെ പുത്രന്മാര്, സ്വമാതാപിതാക്കന്മാര്, സ്വസഹോദര ഭാര്യമാര്, ശ്രീകൃഷ്ണൻ, ഇവരെ എല്ലാം കണ്ട് അവരെയൊക്കെ അങ്ങോട്ട് കണ്ടപ്പോ കുന്തിദേവിക്ക് സന്തോഷാണോ സങ്കടമാണോ കൂടുതലെന്ന് അറിയില്ല. അങ്ങനെ പല വർത്തമാനങ്ങളും പറഞ്ഞ് ഇതുവരെ കാണാതിരുന്നതിലുണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ പരിഹരിച്ചു. അല്ലാത്ത വിഷമമുണ്ടായിരുന്നു കുന്തിദേവിക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റാത്തതില്. വളരെ ദുഃഖങ്ങൾ അനുഭവിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കുന്തിദേവി. ഒക്കെ ആരും വന്നില്ല എന്നുള്ള ഒരു വിഷമം കുന്തിദേവിക്ക് ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടപ്പോ വളരെ സന്തോഷായി.
കുന്തി ദേവി വസുദേവരോട് സഹോദരനോട് പരിഭവം പറയണതാണ് അടുത്ത ശ്ലോകത്തിൽ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ